പച്ചരി വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് പച്ചരി 3 മണിക്കൂർ മുമ്പേ കുതിർത്തെടുത്തതാണ്. ഒന്നുകിൽ ഇങ്ങനെ കുതിർത്തെടുക്കാം, അല്ലെങ്കിൽ രാത്രി തന്നെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, നല്ലൊരു ഫ്ലേവർ കിട്ടും. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് കടുകും ഉഴുന്നുപരിപ്പൊന്നും ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമുളക് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ചേർത്താൽ മതിയാവും. ഇതൊന്ന് മൂത്തതിന് ശേഷം ഇതിലോട്ട് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയ്ക്ക് പകരം ചെറിയുള്ളി ഉപയോഗിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നല്ലപോലെ തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്ര തന്നെ മതിയാവും. കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അരച്ചെടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് ഒന്നെങ്കിൽ ചോറെടുക്കാം, അല്ലെങ്കിൽ പിന്നെ അവലെടുക്കാം. ഞാനിവിടെ കുതിർത്ത അവലാണ് എടുക്കുന്നത്. 1/2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നല്ലപോലെ തന്നെ അരച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാവിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ ഇടരുത്, കുറച്ചൊന്ന് തണുക്കണം. ഒരുപാടങ്ങ് തണുക്കണ്ട, ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ മാവിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അങ്ങനെ തന്നെ ഉണ്ടാക്കാം, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ മാവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ദോശക്കല്ല് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആയാലും മതി. അപ്പോൾ ഒരു 1.5 സ്പൂൺ മാവ് ഒഴിച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സവാളയൊക്കെ ചേർത്ത കാരണം ഒരുപാടങ്ങ് കനം കുറച്ച് ആക്കാൻ പറ്റില്ല. അത്യാവശ്യം കുറച്ചൊരു കട്ടിയിൽ തന്നെ ആക്കിയെടുക്കാം. ഇനി കുറച്ച് ഓയിലും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ 2 സൈഡും നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ റെഡിയാണ്. ഇപ്പോൾ നല്ല ക്രിസ്പിയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ്. മറ്റൊന്നും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ തേങ്ങാ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. നല്ല വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ ആയതുകൊണ്ട് നല്ലൊരു രുചിയാണിതിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.